ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. രാവിലെ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ എൻ്റെ ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. കാര്യം മക്കൾക്ക് എക്സാം തുടങ്ങിയ കാരണം എൻ്റെ റൈറ്റിംഗ് ബോർഡൊക്കെ അവർ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ അതെല്ലാം വാരി വലിച്ച് അവിടെ ടേബിളിൽ ഇട്ടിരിക്കുമായിരുന്നു. അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. പിന്നെ 2 ദിവസം മറ്റും മൈൻഡ് ഓഫായിരുന്നു. അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. ഫോൺ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ഇന്നൊരു ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഡെയിലി വ്ളോഗിൽ ഞാനിന്ന് രാവിലെ റെഡിയാക്കി എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് പഠിക്കാനിരിക്കാമെന്ന് കരുതി. കാര്യം എനിക്ക് 28-നാണ് എക്സാം. എൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ 10th പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്ന് കാണുമായിരിക്കും. പിന്നെ നാളെ ഒരു പ്രിലിംസ് എക്സാം ഉണ്ട്, ചിലർക്കൊക്കെ കാണുമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഒരു എക്സാമും ഉണ്ട്. അപ്പം ഞാൻ കരുതി പഠിച്ചു തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് ഒന്നേം സ്റ്റാർട്ട് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം ബ്രേക്ക് ആയത് കാരണം ആകെ മൈൻഡ് ഓഫായി. അപ്പോൾ ഇനി ഞാൻ കരുതി എൻ്റെ ലെറ്റർ പാഡ് എടുത്തിട്ട് ഞാനൊന്ന് എന്തൊക്കെയാണെന്ന് മൈൻഡ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു കാൽക്കുലേഷൻ കൊടുക്കണമല്ലോ. നമുക്ക് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഒരു കഷ്ടിച്ചൊരു 15 ദിവസത്തിലേ ഉള്ളൂ. അപ്പം അതൊക്കെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് കരുതി കറണ്ട് അഫേഴ്സും പിന്നെ കുറച്ച് പോർഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. കാര്യം നമ്മുടെ റിവിഷൻ കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പം ആ ഒരു ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാമെന്നുള്ളത്, ഇന്ന് റീകളക്ട് മാത്രമേ ഇനി നടക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് കരുതി ഒരു പോർഷൻ എഴുതി വെച്ചു. അങ്ങനെ ആ പോർഷൻസൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് അതൊക്കെ ഒന്ന് പഠിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ 10th പ്രിലിംസിൻ്റെ എൻ്റെ റാങ്ക് ഫയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് കരുതി. അപ്പോൾ പഴയ റാങ്ക് ഫയലാണ്, ഒരുപാട് പോയിൻറ്റ്സൊന്നും ഇതിൽ കാണില്ല. പിന്നെ പുതിയൊരു ടാലൻറ്റിൻ്റെ ഒരു പ്രീവിയസ് 10 പ്രിലിംസിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണമെന്ന് കരുതിയതാണ്. പിന്നെ ഇപ്പം എനിക്കറിയായിരുന്നു എൻ്റെ ഡേറ്റ് ഫസ്റ്റ് ഫേസ് തന്നെ ആയിരിക്കുമെന്ന്. കാരണം പഠിക്കാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, ഡേറ്റ് അടുത്ത എക്സാം നമുക്ക് അത് ഇതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്തായാലും പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഇനിയിപ്പോൾ 15 ദിവസമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ കരുതി പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ കരുതി. അപ്പോൾ എല്ലാം എഴുതി വെച്ചിട്ട് നോട്ടാക്കി എടുത്ത് കറണ്ട് അഫയേഴ്സ്, മാത്സും ജികെയിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നമാണ്. എന്നാലും നമുക്ക് കുറച്ച് ഡെപ്തായിട്ട് പഠിക്കണം. കാരണം നമുക്കിപ്പോൾ ഉള്ള LBSൻ്റെ എക്സാം നമുക്ക് കണ്ടാൽ കാര്യമാണ് എത്ര വർഷം ഡീപ്പായിട്ട് ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് PSC. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കൊടുക്കണമെങ്കിൽ നമ്മൾ അത്ര ആഴത്തിലേക്ക് ഒന്ന് പഠിച്ചെന്ന് പറ്റത്തുള്ളൂ. നമുക്ക് സമയമില്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് നമ്മൾ റീകളക്ട് ചെയ്യുക, എല്ലാം ഒന്ന് വായിച്ച് നമ്മുടെ കയ്യിലുള്ള സിലബസ് എടുത്തിട്ട് ആ പോർഷൻസ് മൊത്തം ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ദിവസം ഒരു ഡെയിലി ഓരോ ടോപ്പിക് എടുത്തൊന്ന് ജസ്റ്റ് മൊത്തം ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വായിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇനി മാക്സിമം പറ്റുന്നവരെല്ലാം ആണ് ചെയ്യുക. ഇപ്പോൾ 28th എക്സാമിനൊരു അല്ലാത്തവർ നമുക്ക് കുറച്ചും കൂടെ സമയമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ PYQ ഒക്കെ എടുത്ത് വെച്ചൊന്ന് വായിക്കാം, പഠിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒത്തിരി നേരമൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം മക്കളുടെ എക്സാം ആയതുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കണമായിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പോർഷൻ എഴുതി വെച്ചത് നോക്കി. പക്ഷേ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിലേ ആയി. കാര്യം സമയം കിട്ടിയില്ല, അത് നോക്കിയില്ല ഇന്ന്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം രാത്രിക്ക് മുമ്പ് എന്തായാലും അതൊന്നും ചെയ്യണമെന്നുണ്ട്. കാര്യം കുറച്ച് ദിവസമേ ഉള്ളൂ. അതിപ്പം എഴുതി വെച്ചിരിക്കുന്നത് അത് കറക്റ്റ് ഓർഡറിൽ അത് എന്തായാലും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അത് ചെയ്തിട്ട് കിടക്കാം എന്നുള്ളതാണ് രാത്രിയിൽ. അപ്പം നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം 28ന് ഹോൾ ടിക്കറ്റ് വന്നവരൊന്നും വിഷമിക്കേണ്ട. നമുക്ക് ചിലപ്പോൾ നല്ല ഒരു ഈസി ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുപോയതല്ലേ. അപ്പം ആദ്യത്തെ ടഫായിരിക്കും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. ലിബറലായിട്ടുള്ള മാർക്കായിരിക്കും പിന്നെ അവർ തരുന്നതും പ്രിലിംസ് ആയതുകൊണ്ട്. എന്നാലും ഒരു 80 എബോവ് ആയിരിക്കും മിക്കവാറും ഇപ്പോൾ ഇനിയുള്ള പ്രിലിംസിനൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ മാക്സിമം നമ്മൾ നോക്കാം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ ക്ലാസ് പഠിച്ചതിൻ്റെ തന്നെ സാറിൻ്റെ ഒരു ലക്ഷ്യയുടെ ക്ലാസ്സിൻ്റെ കുറച്ചൊന്നും ഇരുന്ന് കണ്ടു. അത് നമുക്ക് റീകളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൈൻഡിൽ കറക്റ്റായിട്ട് കയറണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു വീഡിയോസ് കാണുമ്പോഴായിരുന്നു. അപ്പോൾ പലർക്കും പല രീതിയിലാണല്ലോ ക്ലാസ്സസ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം എനിക്ക് കൂടുതലും മോസ്റ്റ് ഓഫ് ഒരു സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം വായിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ ക്ലാസ്സും കൂടെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ മോർ എഫക്റ്റീവാണ്.
അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ അത് അനലൈസ് ചെയ്ത് നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ ക്ലാസ് കേൾക്കുന്നതാണോ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്നതാണോ, അങ്ങനെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളത്, കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നതാണെന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾ എടുക്കണം. എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനെ എടുക്കുന്നത് കൂടുതൽ കുറേ പേർക്ക് നമ്മൾ ക്ലാസ് കേൾക്കുമ്പോഴായിരിക്കും എഫക്റ്റീവ് ആകുന്നത്, കുറച്ച് പേർക്ക് റീഡ് ചെയ്ത് എടുക്കുമ്പോഴായിരിക്കും. എന്തായാലും നമ്മൾ ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. പിന്നെ കൂടുതലായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് തന്നെ പോകണം കേട്ടോ. റീഡ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും പിന്നെ ക്ലാസ്സസ് കേൾക്കുന്നതാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം ഒരുപാട് ലെങ്തി വീഡിയോസൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ സമയമുള്ളവർക്ക് കുറച്ച് സമയമുള്ളവരാണെങ്കിൽ അത് കാണാനായിട്ട് നിൽക്കണ്ട. മാക്സിമം നിങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പോവുക കേട്ടോ. അപ്പം അത്രയും ടൈം നമുക്ക് കൺസ്യൂം ചെയ്യാനൊക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്സ് ചെയ്തു, അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കറണ്ട് അഫയേഴ്സും നോക്കണം. പിന്നെ ആ 4th മൊഡ്യൂളിൽ വന്ന ഒരു പോർഷനാണ് ഞാൻ നോക്കിയത്. അതിൻ്റെ വീഡിയോ ക്ലാസ്സും കണ്ട് ജസ്റ്റ് റാങ്ക് ഫയലും ഒന്ന് റീഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും സമയം കളയണ്ട. ഇനി 28th എക്സാം ഉള്ളവർ, പിന്നെ കുട്ടികൾക്കൊക്കെ വയ്യാത്തതുകൊണ്ട് പിന്നെ അവർക്ക് ഉള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കോഫിയൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇവിടെ ക്രിസ്മസ് സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ നേരം അത് എടുത്തതാണ്. പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത നെക്സ്റ്റ് ഇയറിലോട്ട് കുറേയൊക്കെ റെസൊല്യൂഷൻസ് നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യുക. അത് കൂടുതലും അതൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. അപ്പം എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.